ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്. നേരാക്കാൻ മടിയാണോ? എനിക്കും മടിയാണ്. അപ്പോൾ എന്നെ പോലെ കൂർക്ക ഇഷ്ടമാണ്, എപ്പോൾ കിട്ടിയാലും കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ സ്വന്തമായിട്ട് നേരാക്കി കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും. അതിനുള്ള മെയിൻ കാരണം ഞാൻ പറയട്ടെ. ഇത് ഒരുപാട് മെനക്കെട്ട പണിയാണ്. ഇതിങ്ങനെ ഉരച്ചൊരച്ചൊരച്ച് കഴുകണം, വൃത്തിയാക്കണം, പോരാത്തതിന് കയ്യിൽ ഫുള്ള് കറയും പിടിക്കും. അപ്പോൾ ഇനി അതൊന്നുമില്ലാതെ കയ്യിൽ കറയാവാതെ അധികം മെനക്കെടാത്ത ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങളിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് ഇത് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. എനിക്കൊരാൾ പറഞ്ഞു തന്നപ്പോൾ എന്നെപ്പോലെ അറിയാത്ത ആൾക്കാർ ഉണ്ടാവുമെന്ന് തോന്നി. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വരും. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. ഇപ്പോൾ കൂർക്ക കഴിക്കാൻ തോന്നുന്നുണ്ടോ? എങ്കിൽ ഇപ്പം തന്നെ നേരാക്കി കഴിക്കാൻ പോലത്തെ ഒരു അടിപൊളി ടിപ്പ് പറഞ്ഞു തരട്ടെ. വീഡിയോയിലേക്ക് പോവാം. ആദ്യമേ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള കൂർക്ക കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് നന്നായി കഴുകിയില്ല മണ്ണും ചളിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കറിൽ തന്നെ ഒരു വിസിൽ അടുപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ആ വിസിൽ പോയതിന് ശേഷം ഞാനതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. തുറന്ന് നോക്കിയിട്ട് കൈ കൊണ്ടൊന്ന് ചുരണ്ടി കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ട് ചുരണ്ടുമ്പോൾ തന്നെ അതിലെ തൊലിയൊക്കെ അതിൻ്റെ കൂടെ കൂളായിട്ട് പോരും കേട്ടോ. ഇനി അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു കത്തി എടുത്തൊന്ന് ചുരണ്ടി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നും കൂടി ഈസി ആയിട്ട് അത് പോന്ന് കിട്ടും. പിന്നെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൂർക്ക നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ മനസ്സിലാവും ഇത് എന്തോരം എളുപ്പത്തിലും വൃത്തിക്കുമാണ് കൂർക്ക കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ ഇനി ഇത് നിങ്ങൾ സെപ്പറേറ്റ് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഓൾറെഡി കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര എളുപ്പത്തിലാണ് കൂർക്ക കുക്കാവും ചെയ്തിട്ടുള്ളത്, വൃത്തിയാവും ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ കേട്ടോ. വീണ്ടും കാണുന്നവരേക്കും ടാറ്റ ബൈ, സീ യു.